Hi everyone, welcome to our new session. This is our lesson 1 part 2 section. We have designed 40 days class, especially for beginners. So let's start. Now we will study can a negative sentence construct can എന്നുള്ളതിന്റെ നെഗറ്റീവ് എന്താണ് cannot അല്ലെങ്കിൽ can't both are same ആണ് ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം can't ഓക്കേ ഇതെന്താണ് canന്റെ കൂടെ പ്ലസ് നോട്ട് ആണ് can പ്ലസ് നോട്ട് ആണ് ഇത് can't എന്നും നമുക്ക് പറയാം അല്ലെങ്കിൽ നമുക്ക് cannot എന്നും നമുക്ക് യൂസ് ചെയ്യാം സോ ഡിയർ നമ്മൾ നെഗറ്റീവ് സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ് നമ്മൾ എങ്ങനെയാണ് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും എന്ന് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത് I can speak English അപ്പോൾ ഇനി പറ്റില്ല എന്ന് പറയുമ്പോൾ canന് പകരം എന്ത് യൂസ് ചെയ്യാ cannot എങ്ങനെയാണ് I cannot or I can't speak English okay അവൾക്ക് പറ്റില്ല എങ്ങനെയാ നമ്മൾ പറയാ she cannot speak English അവന് നന്നായിട്ട് ഓടാൻ പറ്റില്ല എങ്ങനെയാ നമ്മൾ പറയാ he can't run fast അവന് വേഗത്തിൽ ഓടാൻ കഴിയില്ല എനിക്ക് മരുന്ന് കഴിക്കാൻ പറ്റില്ല എങ്ങനെയാ പറയാ I cannot take medicine clear എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല എനിക്ക് കാർ ഓടിക്കാൻ പറ്റില്ല എങ്ങനെ പറയണം I cannot drive a car ഇനി എനിക്ക് പകരം അവർക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല എങ്ങനെ പറയാ they can എന്നുള്ളതിന് പകരം cannot they cannot drive a car they cannot drive a car ഇവിടെ മാത്രം മാറ്റി കൊടുക്കുക they cannot drive a car they cannot speak അവർക്ക് സംസാരിക്കാൻ പറ്റില്ല they cannot go അവർക്ക് പോവാൻ പറ്റില്ല they cannot go without me എന്നെ കൂടാതെ അവർക്ക് എന്താണ് പോവാൻ പറ്റില്ല they cannot speak അവർക്ക് സംസാരിക്കാൻ പറ്റില്ല ഇനി he ആണെങ്കിലോ അവന് പോവാൻ പറ്റില്ല എന്നാണെങ്കിലോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ അവന് പോവാൻ പറ്റില്ല പോവുക എന്നുള്ളതിന് ഗോ ആണ് നമുക്കറിയാം കഴിയില്ല cannot ആണ് അവൻ he അല്ലേ ഫസ്റ്റ് എന്താ കൊടുക്കുക he cannot go അവന് പോവാൻ പറ്റില്ല അവന് സൈക്കിൾ ചവിട്ടാൻ പറ്റില്ല എങ്ങനെ പറയാ he cannot ride bicycle it's very simple ആണ് പറ്റും എന്ന് പറയുമ്പോൾ he can എന്ന് പറയാം പറ്റില്ല എന്ന് പറയുമ്പോൾ he cannot ക്ലിയർ അപ്പോൾ പോസിറ്റീവ് സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചു നെഗറ്റീവ് സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യാനും നമ്മൾ പഠിച്ചു ഇനി നമ്മൾ അതിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യാൻ നോക്കുക ക്വസ്റ്റ്യൻ കൺസ്ട്രക്ട് ചെയ്യാൻ മീൻ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് പാടാൻ പറ്റും എന്നുള്ളത് എങ്ങനെയാ പറഞ്ഞത് നമുക്ക് പാട്ട് പാടാൻ പറ്റും അല്ലെ നിനക്ക് പാട്ട് പാടാൻ പറ്റും എങ്ങനെ ഇംഗ്ലീഷിൽ പറയാ നിനക്ക് പാട്ട് പാടാൻ പറ്റും യു ക്യാൻ സിംഗ് നിനക്ക് പാടാൻ പറ്റും പറ്റില്ല എന്നെങ്ങനെ പറയേണ്ടത് യു കനോട്ട് അല്ലെ യു കനോട്ട് സിംഗ് ഓക്കെ ക്യാൻ ഇവിടെ വെച്ചു കനോട്ട് ഇവിടെ വെച്ചു യു ക്യാൻ സിംഗ് നിനക്ക് പാടാൻ പറ്റും യു കനോട്ട് സിംഗ് നിനക്ക് പാടാൻ പറ്റില്ല ഇനി നമ്മൾ എന്താ ചോദിക്കേണ്ടത് ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഈ ക്യാനിനെ നമ്മൾ ഫസ്റ്റ് കൊണ്ടുപോയിടണം ഇറ്റ്സ് വെരി സിമ്പിൾ ആണ് ക്യാൻ യു ഇവിടെയൊക്കെ നമ്മൾ യു കഴിഞ്ഞിട്ടാണ് ക്യാൻ വെച്ചത് ഇവിടെ യു കഴിഞ്ഞിട്ടാണ് കനോട്ട് വെച്ചത് പക്ഷെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ക്യാൻ ആണ് ആദ്യം വെക്കേണ്ടത് ക്യാൻ യു സിംഗ് എ സോങ് അല്ലെങ്കിൽ ക്യാൻ യു സിംഗ് വാട്ട് ഈസ് ദ മീനിങ് നിനക്ക് പാടാൻ പറ്റുമോ ക്ലിയർ അവൾക്ക് ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റുമോ നമ്മൾ എങ്ങനെ ചോദിക്കേണ്ടത് അവൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയാ ഷീ ക്യാൻ സിറ്റ് ഹിയർ അലോൺ ഷീ ക്യാൻ സിറ്റ് ഹിയർ അലോൺ അവൾക്ക് ഇരിക്കാൻ പറ്റില്ല ഷീ cannot sit here alone അവൾക്ക് ഇരിക്കാൻ പറ്റുമോ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചോദിക്കേണ്ടത് can ആണ് ആദ്യം വെക്കേണ്ടത് can she sit here ഇവിടെ അർത്ഥത്തിലാണ് ഹിയർ കേട്ടാ can she അവൾക്ക് പറ്റുമോ സിറ്റ് ഇരിക്കാൻ ഹിയർ ഇവിടെ alone what is the meaning അവൾക്ക് ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് എന്നെ പഠിപ്പിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് എന്നെ പഠിപ്പിക്കാൻ പറ്റുമോ എങ്ങനെ ചോദിക്കുന്നത് നിങ്ങൾക്ക് പറ്റുമോ എങ്ങനെ can അല്ലേ can you
പഠിപ്പിക്കുക. എന്താണ്? ടീച്ചാണ്. ക്യാൻ യു ടീച്ച് മീ? എന്നെ പഠിപ്പിക്കാൻ പറ്റുമോ? എന്നെ എന്നുള്ളതിന് എന്താ കൊടുത്തത്? മീ ആണ്. ക്യാൻ യു നിങ്ങൾക്ക് പറ്റുമോ? ടീച്ച് മീ എന്നെ പഠിപ്പിക്കാൻ. നാളെ നിങ്ങൾക്ക് എന്നെ ഒന്ന് പിക്ക് ചെയ്യാൻ പറ്റുമോ? ക്യാൻ യു നിങ്ങൾക്ക് പറ്റുമെന്നാണ്. ക്യാൻ യു പിക്ക് മീ എന്നെ പിക്ക് ചെയ്യാൻ എടുക്കാൻ പറ്റുമോ? നാളെ എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമോ? ക്യാൻ യു നിങ്ങൾക്ക് പറ്റുമോ? ഡ്രോപ്പ് മീ എന്നെ ഡ്രോപ്പ് ചെയ്യാൻ. ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് വെഹിക്കിൾ എൻ്റെ കയ്യിൽ വണ്ടിയില്ല, അതുകൊണ്ടാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ, പോസിറ്റീവ് ആൻസർ, നെഗറ്റീവ് ആൻസർ അങ്ങനെ ഒന്ന് നോക്കാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഐ എം ഗോയിങ് ടു ആസ്ക് യു. വാട്ട് ഇസ് ദാറ്റ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളോടാണ് ചോദിക്കാൻ പോകുന്നത്. ക്യാൻ യു ക്ലോസ് ദ ഡോർ? വാട്ട് ഇസ് ദാറ്റ്? ക്യാൻ യു നിങ്ങൾക്ക് പറ്റുമോ? ക്യാൻ യു ക്ലോസ് ദ ഡോർ? വാട്ട്സ് ദ മീനിങ്? നിങ്ങൾക്ക് ഡോർ എന്ന് അടക്കാൻ പറ്റുമോ? ക്ലിയർ ആയിട്ടുണ്ടല്ലോ? യെസ്. ഇനി എനിക്ക് പറ്റും എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എനിക്ക് പറ്റും എങ്ങനെയാണ്? ഐ. എനിക്ക് ഐ ക്യാൻ ക്ലോസ് ദ ഡോർ. എനിക്ക് ഡോറ് ക്ലോസ് ചെയ്യാൻ പറ്റും. ഓക്കെ. എനിക്ക് പറ്റില്ല എന്ന് പറയണം. ബിക്കോസ് ഐ ഹാവ് ബാക്ക് പെയിൻ. എനിക്ക് ബാക്ക് പെയിൻ ഉണ്ട്, സോ എനിക്ക് ഡോറ് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. എങ്ങനെയാ പറയാ? ഐ ക്യാൻ എന്നുള്ളതിന് പകരം എന്താ വെക്കുക? കനോട്ട്. ഐ കനോട്ട് ക്ലോസ് ദ ഡോർ. ഐ കനോട്ട് ക്ലോസ് ദ ഡോർ. എനിക്ക് ഡോറ് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്, എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? എങ്ങനെ ചോദിക്കേണ്ടത്? സഹായിക്കുക എന്നുള്ളതിന് വെരി ഫെമിലിയർ. വി നോ ദാറ്റ് വൺ. വാട്ട്സ് ദാറ്റ്? ഹെൽപ്പ് അല്ല. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? എങ്ങനെ ചോദിക്കേണ്ടത്? ക്യാൻ യു. ക്യാൻ യു നിങ്ങൾക്ക് പറ്റുമോ? ക്യാൻ യു ഹെൽപ്പ് മീ എന്നെ ഹെൽപ്പ് ചെയ്യാന്? ക്യാൻ യു ഹെൽപ്പ് മീ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? എങ്ങനെ ആൻസർ പറയേണ്ടത്? യെസ്, ഐ ക്യാൻ ഹെൽപ്പ് യു. എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഐ ക്യാൻ ഹെൽപ്പ് യു. നാളെ ഞാൻ വളരെ ബിസിയാണ്, അപ്പൊ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. എങ്ങനെ പറയാ? ഐ ആം വെരി സോറി, ഐ കനോട്ട് ഹെൽപ്പ് യു. ഐ ക്യാൻ ഹെൽപ്പ് യു എനിക്ക് പറ്റും. ഐ കനോട്ട് ഹെൽപ്പ് യു എനിക്ക് പറ്റില്ല. ക്ലിയർ ആവുന്നുണ്ടല്ലോ? നെക്സ്റ്റ്, അവക്ക് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുമോ? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങളുടെ സിസ്റ്റർ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് ആരെങ്കിലും ആണ്. അപ്പൊ ഞാൻ ചോദിക്കാം, അവക്ക് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുമോ? എങ്ങനെ ചോദിക്കേണ്ടത്? ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. അവൾക്ക്, നിങ്ങൾക്കല്ല, അവൾക്ക് ഇവിടെ ക്ലീൻ ചെയ്യാൻ പറ്റുമോ? എങ്ങനെയാ ചോദിക്കേണ്ടത്? ക്വസ്റ്റ്യൻ ചോദിക്കാൻ ആദ്യം നമ്മൾ പറഞ്ഞു ക്യാൻ ആണ്. ക്യാൻ. അവൾക്ക് എന്താ അവൾ എന്നുള്ളതിന്? ഷീ ആണ്. ക്യാൻ ഷീ. വൃത്തിയാക്കുക എന്നുള്ളതിന് നമ്മൾ ക്ലീൻ ആണ് അല്ല. ക്യാൻ ഷീ ക്ലീൻ. ക്യാൻ ഷീ ക്ലീൻ. അവൾക്ക് വൃത്തിയാക്കാൻ കഴിയുമോ? എവിടെ? ഹിയർ. ഇവിടെ. ക്വസ്റ്റ്യൻ ആണ്. ക്യാൻ ഷീ ക്ലീൻ ഹിയർ. അവൾക്ക് ഇവിടെ വൃത്തിയാക്കാൻ കഴിയുമോ? എന്താ അതിന്റെ ആൻസർ? നമ്മൾ പറയാം അവൾക്ക് പറ്റും, അതിന് കുഴപ്പമൊന്നുമില്ല. അവൾക്ക് പറ്റും. എങ്ങനെ പറയാ? അവൾക്ക് പറ്റും. ഷീ അവളാണ്. ഷീ ക്യാൻ ക്ലീൻ. യെസ്, അവൾക്ക് ഇവിടെ ക്ലീൻ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ പറയാം നോ നോ നോ, ഷീ ഈസ് വെരി ലേസി. അവൾ ഭയങ്കര മടിച്ചാണ് അല്ലെ? ഷീ ഈസ് വെരി ലേസി. അവൾക്ക് പറ്റൂല കേട്ടാ. അതെങ്ങനെ പറയാ? അവൾക്ക് പറ്റില്ല. ഷീ ക്യാൻ എന്നുള്ളതിന്റെ കൂടെ, ക്യാൻ എന്നുള്ളതിന് സോറി, ക്യാനിന് പകരം എന്ത് വെക്കുക? കനോട്ട്. ഷീ കനോട്ട്. ഷീ കനോട്ട് ക്ലീൻ ഹിയർ. അവൾക്ക് ഇവിടെ ക്ലീൻ ചെയ്യാൻ പറ്റില്ല. ലാസ്റ്റ് എക്സാമ്പിളോട് കൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഐ തിങ്ക് ക്ലിയർ ആയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആണ്. ക്യാൻ യു സ്ലീപ് അറ്റ് 10 o'clock? വാട്ട് ഇസ് ദ മീനിങ്? നിങ്ങൾക്ക് 10 മണിക്ക് ഉറങ്ങാൻ പറ്റുമോ? ക്യാൻ യു സ്ലീപ് അറ്റ് 10 o'clock? യാ അല്ലെങ്കിൽ യെസ്, ഐ ക്യാൻ സ്ലീപ് അറ്റ് 10 o'clock. ഐ ക്യാൻ സ്ലീപ് അറ്റ് 10 o'clock. നെഗറ്റീവ് എങ്ങനെ പറയാ? ഐ കനോട്ട് സ്ലീപ് അറ്റ് 10 o'clock. എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. ഇനി നേരെ നമ്മൾ ചോദിക്കുന്നത് എൻ്റെ ഫ്രണ്ടിന് ഉറങ്ങാൻ പറ്റുമോ എന്നുള്ളതാണ്. എങ്ങനെ ചോദിക്കുന്നത്? എൻ്റെ ഫ്രണ്ടിന് 10 മണിക്ക് ഉറങ്ങാൻ പറ്റും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എങ്ങനെ ചോദിക്കേണ്ടത്? ക്യാൻ
അവിടെ ആരാ സബ്ജക്റ്റ് ആയിട്ട്, ആരെ പറ്റിയാണ് നമ്മൾ പറയുന്നത്? യുവർ ഫ്രണ്ട് ആണ്, നിങ്ങളുടെ ഫ്രണ്ട് ആണ്. നിങ്ങളുടെ ഫ്രണ്ട് എന്നുള്ളതിന് യുവർ ഫ്രണ്ട് ആണ്. ഓക്കെ, ക്യാൻ യുവർ ഫ്രണ്ട്, വാട്ട് ഇസ് ദാറ്റ്? നിങ്ങളുടെ ഫ്രണ്ടിന് കഴിയുമോ? ക്യാൻ യുവർ ഫ്രണ്ട് സ്ലീപ്പ്, ഉറങ്ങാം. ക്യാൻ യുവർ ഫ്രണ്ട് സ്ലീപ്പ് അറ്റ് 10 o'clock? ക്യാൻ യുവർ ഫ്രണ്ട് സ്ലീപ്പ് അറ്റ് 10 o'clock? ഉറങ്ങാൻ പറ്റുമെന്നാണെങ്കിൽ മൈ ഫ്രണ്ട്, എൻ്റെ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ മൈ ഫ്രണ്ട്, നിങ്ങളുടെ ഫ്രണ്ട് എന്നുള്ളതിനാണ് നമ്മൾ യുവർ ഫ്രണ്ട് യൂസ് ചെയ്തത്. ക്യാൻ യുവർ ഫ്രണ്ട് സ്ലീപ്പ് അറ്റ് 10 o'clock? നമ്മൾ പറയുകയാണ് എൻ്റെ ഫ്രണ്ടിന് പറ്റും, എങ്ങനെ പറയേണ്ടത്? യെസ്, മൈ ഫ്രണ്ട് ക്യാൻ സ്ലീപ്പ് അറ്റ് 10 o'clock. മൈ ഫ്രണ്ട് ക്യാൻ സ്ലീപ്പ് അറ്റ് 10 o'clock. എൻ്റെ ഫ്രണ്ടിന് 10 മണിക്ക് ഉറങ്ങാൻ പറ്റും. ഇനി എൻ്റെ ഫ്രണ്ടിന് പറ്റില്ല, എങ്ങനെ പറയേണ്ടത്? മൈ ഫ്രണ്ട് cannot, my friend cannot sleep at 10 o'clock. ഈ cannotന് can't എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല കേട്ടോ. My friend can't sleep at 10 o'clock എന്ന് പറയാം. My friend cannot sleep at 10 o'clock. Both are same. I think you understood very well. We can meet with another video. Okay, bye.